വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൂമഞ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം ചെറിയൊരു മഴയുണ്ട്, അപ്പോൾ സൗണ്ട് ഞാൻ ബാക്ക് ഡബിങ് കൊടുത്തതാണ്. അപ്പോൾ ചെറിയൊരു മഴയുണ്ട് സ്ഥിതിക്ക് നമുക്ക് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആക്കാമെന്നുള്ളൊരു മൂഡ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചെടികളെല്ലാം നല്ല പച്ച വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടുന്ന വലിയ ഉഷാറുണ്ടായിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇൻ്റർലോക്കെല്ലാം നല്ല മണ്ണ് ഒടിച്ചതെല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട് മഴക്ക്. അപ്പോൾ ഇന്നൊരു ചപ്പാത്തി നല്ല ഈസി ആയിട്ട് ചപ്പാത്തി ചൂടാന്നുള്ള ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചപ്പാത്തി ഭയങ്കര കഷ്ടപ്പാടിൽ നല്ല കരിങ്കല്ല് പോലത്തെ നല്ല ചപ്പാത്തിയെല്ലാം ചുടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മാവെടുത്തിട്ടുണ്ട്, ചപ്പാത്തി പൊടി. എനിക്ക് മാത്രമായിട്ടുള്ള ചപ്പാത്തിയാണ്, ബാക്കിയുള്ള അരി ഭക്ഷണമാണ് രാവിലെ ഉണ്ട്. ഞാൻ ചപ്പാത്തി ഷുഗർ ഉള്ളതുകൊണ്ട് ചപ്പാത്തി കഴിക്കുന്ന. അപ്പോൾ ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച ചൂടുവെള്ളം കൂട്ടി അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളം കൂട്ടിയ പാട് നമുക്ക് കയ്യിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വൈഫ് സ്പൂണിൽ മിക്സ് ചെയ്യുന്നുള്ളത്. നല്ല തിളച്ച വെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളം കൂട്ടി നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് തണ്ണി വരുമ്പോൾ കയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചൂടുള്ളതുകൊണ്ട് അത് കയ്യിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചൂടുവെള്ളം ആയതുകൊണ്ടാണ് സ്പൂണിൽ ചെയ്യുന്നുള്ളത്. ഇപ്പം ഏകദേശം മാവ് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായി കുഴച്ച് കഴിഞ്ഞ ശേഷം പിന്നെ പൊടി വേണ്ട, എക്സ്ട്രാ പൊടിയെല്ലാം ഇങ്ങനെ ചപ്പാത്തി ചൂടുമ്പോൾ അതൊന്നും ആവശ്യമില്ല. ഈ ചപ്പാത്തി ചൂടാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പത്തിരി പോലത്തെ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയായാലും. ഇങ്ങനെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. അച്ച് 10 പീസ് ഉള്ള അച്ച് കൊണ്ടാണ് നമ്മൾ ഈ ചപ്പാത്തി ചുടുന്നുള്ളത്. നോക്കിക്കേ,
ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചൂടാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് ആരും ബുദ്ധിമുട്ടേണ്ടൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ചുടണമെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, പത്തിരി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഇതാണ്. അപ്പോൾ മുട്ടക്കറി റെഡി ആകുന്നുണ്ട്. മുട്ടക്കറിയും ചപ്പാത്തിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.